ഓടല്ലേ ഓടലടാ എടാ അങ്ങോട്ട് ഓടലെന്നു മക്കളെ അവിടെ 1000 ചൂണ്ട ഇവിടുത്തെ കാലുമൊക്കെ കയറുന്നു. അപ്പം പറഞ്ഞുതരാം വാ അപ്പം പറഞ്ഞുതരാം കേട്ടോ. കഥയാണോ? ആ കഥ തന്നെ. നമ്മുടെ നാട്ടിൽ ഗോപിയേട്ടൻ എന്ന് പറഞ്ഞ ഒരാളുണ്ടായിരുന്നു. ഒരു പൈസ പോലും മേടിക്കാതെ ആരെയും സഹായിക്കും. അപ്പാപ്പന്റെ കൂട്ടുകാരനാണോ? ആ വീട്ടുകാരെന്നോ നാട്ടുകാരെന്നോ വേറെ നാട്ടുകാരെന്നോ ഒന്നും നോക്കാതെ എല്ലാവരെയും സഹായിക്കും. പുഴയിൽ വീണാലോ വെള്ളത്തിൽ പോയി മരിച്ചാലോ കരയിലെത്തിക്കാൻ ദൈവം ഭൂമിയിലേക്ക് പറഞ്ഞു വിട്ടതാണ് ഈ ഗോപിയേട്ടനെ. മമ്മുഞ്ഞ പിടിയടാ പിടിയടാ. മോളെ 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 ആ ജിജോയെ ആ കാശ് തന്നില്ലല്ലോ. പറ്റിലെഴുതിക്കോ. ആ ഒരു ചായ. ഗോപിയെ ഒരു ചായ കുടിച്ചിട്ട് പോടാ. വേണ്ട, അവന് ബ്രാഞ്ചിയുടെ കള്ളല്ലേ പറ്റൂ. എന്നാ ഒന്ന് മുറുക്കിട്ട് പോടാ. ആ ഗോപിയെ അകത്ത് വെള്ളമില്ലാതെ വെള്ളത്തിലിറങ്ങാൻ പറ്റാതായി അല്ലേ? ചലച്ചിത്ര ഗാനങ്ങൾ സമാപിച്ചു. ഇനി പ്രധാന വാർത്തകൾ. DMRC കൊച്ചി മെട്രോ വേഗത്തിലാകുന്നു. കാൽവഴുതി കൊച്ചി കായലിൽ വീണ വിനോദസഞ്ചാരിയെ ഇതുവരെ കണ്ടെത്താനായില്ല. നേവി തിരച്ചിൽ തുടരുന്നു. അപ്പൊ ഗോപിക്ക് പണിയായി. ഗോപിയുടെ 1000 ചൂണ്ടയ്ക്ക് മുമ്പിൽ എന്തിനേ പൈലിച്ചേട്ടനോട് അവധി പറഞ്ഞു മടുത്തു. എന്തിന്? കാശൊത്തിരി കൊടുക്കാനുണ്ടെന്നേ. അതല്ലേ ഇന്നലെ ഗോപി വഞ്ചി വിട്ടുകൊണ്ട് കൊടുത്തത്. ഹോസേട്ടാ 2 പൊടി കേട്ടോ. ഇത്തവണ 1000 ചൂണ്ട മാലയിലാ കുടുങ്ങിയെന്ന് കേട്ടു. വലിയ കാശുകാരനാ. മേത്ത് മുഴുവൻ പൊന്നാ. വാസു ഒരു ചായ. വല്ലാൻ തടഞ്ഞോ? തടയും ഗോപിക്ക്. പിന്നെ ഒരു ചായ. ചാവടക്കിനുള്ള കാശി അങ്ങോട്ട് കൊടുക്കൂ. അതെ അതെ.
കണ്ണി മൊത്തം പോയല്ലോടാ. ശശിയേ കിട്ടാൻ വല്ല വഴിയുണ്ടോ? ഒരു രക്ഷയില്ല. എടാ ഇന്നലെ ഉണ്ടായിരുന്നു, നമ്മൾ തന്നെ തീർത്തില്ലേ? ഒരു തരിപ്പ് കിട്ടാൻ. എടാ ഇന്ന് 1-ാം തീയതി അല്ലടാ. പ്രാഞ്ചേട്ടനാണെങ്കിൽ 5 മണിക്ക് ഷാപ്പ് കൂട്ടി. മുറുക്കാൻ മതിയാ? ആ മതി. മടുത്തടോ. എന്താടാ? ആരുമില്ലാത്തൊരു ജീവിതം. വെള്ളത്തിൽ നിന്ന് ശവം എടുക്കുമ്പോ അവിടെ തീരണമെന്നാ. ഒന്ന് ഇട്ടാണ്ടല്ലോ. ഗോപിയേട്ടാ, ഗോപിയേട്ടാ, ശശിയേട്ടാ, എന്താടാ കാര്യം പറയടാ. നമ്മുടെ പ്രാഞ്ചിയേട്ടൻ പ്രാഞ്ചിയേട്ടൻ വള്ളം മറിഞ്ഞ് കാണാനില്ല. ഗോപി, താഴോട്ട് വലിക്കേ. ആ ശശിയെ തടഞ്ഞോ? നോക്ക്, നിങ്ങൾ കേട്ട് വലിക്കേ. ആ അപ്പുറത്ത്. ആ അവിടെ അവിടെ കൂടെ നോക്ക്. കിട്ടിയില്ല. ശശി ഈ ചൂണ്ടച്ചരട്. അടിപൊളി ഉണ്ടല്ലേ. എന്താ ഗോപി, എന്തു പറ്റിയടാ? ഏയ് ഒന്നുമില്ല. നിനക്ക് വയ്യേ? ഏയ് ഞാൻ ഇറങ്ങണോടാ. പ്രാഞ്ചേട്ടനായതുകൊണ്ടാ. എന്താണ് എന്താ നിനക്ക് പറ്റിയ പറയേ. ഒരു തരിപ്പിന് എന്താ ഉള്ളത്? മുറുക്കാൻ തരട്ടെ? എന്തായാലും മതി. എടാ ഞാൻ ഇറങ്ങണോ? പറയും, ഞാൻ ഇറങ്ങണോ? വേണ്ട. ശശി സുബ്രു വഞ്ചിയെടുക്ക്, ഗോപി നീന്തി കയറിക്കോളും. പ്രാഞ്ചിയന്റെ ശവം വഞ്ചി കയറ്റിയതിന് ശേഷം ഗോപിയേട്ടൻ എവിടെ പോയെന്ന് ആർക്കും അറിയില്ല. സുബ്രു, എന്താ പൗലോ, ഗോപിയേട്ടനെ കണ്ടില്ലല്ലോ? കണ്ടായിരുന്നോ? കണ്ടില്ല. കടവില് കണ്ടില്ല. ഓ എടാ മമ്മുഞ്ഞെ, പട്ടിയുമറ്റ ചത്തടി ഞെക്കണം തോന്നണ്. ആ കഴുക്കോടെടുത്ത് ഒന്ന് തല്ലി വിട്ടാടേ.
അതെ അതെ. ആ വാസുട്ടാ, ആ. ഗോപി കടയിലേക്ക് എങ്ങനെ വന്നായിരുന്നോ? എടാ അവൻ ഇനി ആ പ്രാഞ്ചിയുടെ ചവകടക്കം കഴിഞ്ഞല്ലേ വരുള്ളൂ. അന്ന് കായംകുളത്തിന് പോയ കാര്യം അറിയത്തില്ലേ? അത് 3 ദിവസം കഴിഞ്ഞാ വന്നേ. ആ വാസുട്ടാ, ആ, എന്നാലും വരുവടാ. ഗോപിയെ കണ്ടായിരുന്നോടാ? ഇല്ല, കണ്ടില്ലല്ലോ. ഇവനിത് എവിടെ പോയി? ഗോപിയേട്ടൻ എവിടെയാ പാപ്പ? അതെനിക്കോ ഈ നാട്ടുകാർക്കോ ആർക്കും തന്നെ അറിയില്ല. കൊലയാണോ പാപ്പൻ? ഗോപിയേട്ടൻ തിരിച്ചു വരുന്ന കരുതി ഈ നാടും ഒപ്പം ഞാനും അങ്ങനെ കാത്തിരിക്കുകയാണ്.